ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്യാപിറ്റൽ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ നമ്പർ 1 ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്. സോ ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫ്രം എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു സൂപ്പർ ഫാസ്റ്റ് റിവിഷൻ സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. റൈറ്റ്, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം we will move to the various topics covered in this chapter. Okay, so the first important topic is characteristics of business. Characteristics അതല്ലെങ്കിൽ സവിശേഷതകൾ, ബിസിനസ്സിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. സോ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ there are 7 സബ് പോയിൻറ്റ്സ്. 7 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കൂ. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് ഈസ് അണ്ടർടേക്കൺ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി. ദിസ് ക്യാൻ ബി അണ്ടർടേക്കൺ ഈതർ ഓൺ എ സ്മോൾ ലെവൽ ഓർ ഓൺ എ ലാർജ് സ്കെയിൽ. ബിസിനസ് എന്താണ്? ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. എന്തുകൊണ്ടാണ് ബിസിനസ്സിനൊരു ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ബിക്കോസ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഏൺ മണി, പണം സമ്പാദിക്കുക, അതല്ലെങ്കിൽ ടു ഏൺ പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ചാരിറ്റി. വി ആർ നോട്ട് ഡൂയിങ് ബിസിനസ് ഔട്ട് ഓഫ് ലവ്, അഫെക്ഷൻ, സിമ്പതി. ഓക്കെ, ആ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് ഈസ് അണ്ടർടേക്കൺ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണി. ഓക്കെ, അതല്ലെങ്കിൽ ബിസിനസ്മാൻ തൻ്റെ ലൈവ്ലിഹുഡ്, ഓക്കെ, തൻ്റെ ജീവനോപാധി എന്നുള്ള നിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്താണ്? ദാറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. റൈറ്റ്, സോ ബിസിനസ് എന്ത് ചെയ്യാം? സ്മോൾ ലെവലിൽ നമുക്ക് അണ്ടർടേക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ അണ്ടർടേക്ക്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിഫോർ ഗുഡ്സ് ആർ ഓഫേർഡ് ടു പീപ്പിൾ ഫോർ കൺസംഷൻ, ദിസ് മസ്റ്റ് ബി ഈദർ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊക്യൂർഡ് ബൈ ബിസിനസ് എൻ്റർപ്രൈസസ്. ആളുകൾക്ക് സാധനങ്ങൾ ഓഫർ ചെയ്യുന്നതിന് മുന്നേ, ഓക്കെ, അതായത് നമ്മൾ കടയിൽ പോയി ഈ സാധനം വാങ്ങുന്നതിന് മുന്നേ എന്തായിരിക്കണം, ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമല്ലോ. ദിസ് ഷുഡ് ബി ഇതർ പ്രൊഡ്യൂസ്ഡ് ഓർ ബിസിനസ് എന്ത് ചെയ്തിരിക്കണം, ഇതിനെ പ്രൊക്യൂർ ചെയ്തിരിക്കണം. ഓക്കെ, ബൈ ബിസിനസ് എൻ്റർപ്രൈസസ്. ഗുഡ്സ് മേ കൺസിസ്റ്റ് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. സർവീസസ് മേ ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ഓഫർ ടു കൺസ്യൂമേഴ്സ്. സോ ബിഫോർ സെല്ലിംഗ് ദ ഗുഡ്സ് ടു ദ ഫൈനൽ കൺസ്യൂമർ, ബിസിനസ് എന്ത് ചെയ്തിരിക്കണം, ഗുഡ്സ് ഒന്നുമില്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പ്രൊക്യൂർ ചെയ്തിരിക്കണം. ഗുഡ്സ് ഓർ സർവീസസ് ഷുഡ് ഈതർ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബിസിനസ് ഓർ ഇറ്റ് ഷുഡ് ബി പ്രൊക്യൂർഡ് ബൈ ദി ബിസിനസ്. സോ ഗുഡ്സ് ഏതൊക്കെ തരത്തിലായിരിക്കാം? ഇറ്റ് ക്യാൻ ബി കൺസ്യൂമബിൾ ഐറ്റംസ്. ഓക്കെ, കൺസ്യൂമബിൾ ഐറ്റം മീൻസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന, ഓക്കെ, ഐറ്റംസ്. ഓക്കെ, ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗുഡ്സ്, അതല്ലെങ്കിൽ ഫർദർ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഗുഡ്സ് ലൈക്ക് മെഷീനറി. ഓക്കെ, സർവീസസ് ആർ ഫെസിലിറ്റീസ് ഓഫർ ടു കൺസ്യൂമേഴ്സ്. സർവീസസ് എന്താണ്? ബിസിനസ് കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസാണ് ഇത് സർവീസസ്. സോ ബിസിനസ്സിൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്? പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. തേർഡ് വൺ നോക്കൂ. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, ബിസിനസ് ഷുഡ് സെൽ ഇറ്റ്, അല്ലേ? നോക്കൂ, വൺ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ് ഈസ് ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ബയർ ആൻഡ് ദി സെല്ലർ. സോ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ആർക്ക് ലഭ്യമാക്കണം? ഫൈനൽ കൺസ്യൂമറിന് ലഭ്യമാക്കണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി സോൾഡ് ഓർ എക്സ്ചേഞ്ച്ഡ്, അല്ലേ? ബിസിനസ്സിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് should either be sold or exchanged between buyer and the seller. Okay, then fourth important point, dealings in goods and services on a regular basis. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. ഓക്കെ, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. One single transaction of sale or purchase does not constitute business.
ബിസിനസ് ഇൻവോൾവ്സ് ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. നമ്മൾ എന്തൊരു കാര്യവും പ്രൊഡക്ഷൻ അതല്ലെങ്കിൽ സെയിൽ അത് ബിസിനസ്സായി കണക്കാക്കപ്പെടണമെങ്കിൽ വി ഷുഡ് ഡു ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. കണ്ടിന്യൂസ് ആയി റെഗുലർലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മളുടെ വീട്ടിൽ ടെലിവിഷൻ സെറ്റ് പഴയതായി, അപ്പം നമ്മളത് കൊണ്ടുപോയി വിൽക്കുന്നു, അത് ബിസിനസ്സായി കണക്കാക്കാൻ പറ്റുമോ? നോ, നെവർ. ബിക്കോസ് നമ്മളത് വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നതാണ്. ദിസ് ഈസ് നോട്ട് ബീയിങ് ഡൺ ഓൺ എ റെഗുലർ ബേസിസ്. സോ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റിയെ ഒരു ബിസിനസ് ആക്ടിവിറ്റിയായി കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ ഡീലിങ്സ് ഷുഡ് ബി ഓൺ എ റെഗുലർ ബേസിസ് ഓർ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് feature of business, right? Then fifth one, profit earning. This can be related to our first point. നമ്മൾ ആദ്യം പറഞ്ഞതാണ് എന്ത്? ബിസിനസ് ഇസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏർണിംഗ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ്. One of the main purpose of business is to earn income by way of profit. It is made possible by increasing the volume of sales or reducing the cost. എങ്ങനെയാണ് ബിസിനസ്സിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുക? ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? സെയിൽസിൻ്റെ വോള്യൂം ഇൻക്രീസ് ചെയ്യുക. നാച്ചുറലി എന്ത് ചെയ്യും? കൂടുതൽ റവന്യൂ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതെന്ത് ചെയ്യുക? ദാറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. സോ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയോ അതല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയോ എന്ത് ചെയ്യാം? ബിസിനസ് ക്യാൻ ഏൺ പ്രോഫിറ്റ്. നെക്സ്റ്റ് വൺ, അൺസർട്ടേനിറ്റി ഓഫ് റിട്ടേൺ. It refers to lack of knowledge relating to the amount of money that the business is going to earn in a given period. സോ ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഏർണിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് ഏർണിംഗ് ഓഫ് പ്രോഫിറ്റ്. പക്ഷേ ഈ പ്രോഫിറ്റ് എന്താണ്? ദാറ്റ് ഈസ് അൺസർട്ടൈൻ. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇപ്പോൾ കോവിഡ് വന്നുള്ള ഒരു സമയത്ത് എല്ലാ ബിസിനസ്സും ഡള്ളായി അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ളൊരു പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പല ബിസിനസ്സിനും ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദർ ഈസ് ഓൾവേസ് എൻ അൺസർട്ടനിറ്റി. സോ ഇറ്റ് ഈസ് ദ ലാക്ക് ഓഫ് നോളജ് റിലേറ്റിംഗ് ടു ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ ബിസിനസ് ഇസ് ഗോയിങ് ടു ഏൺ. നമുക്കറിയില്ല, വി കോൺട്ട് പ്രെഡിക്റ്റ് വെൻ ദിസ് അൺസർട്ടനിറ്റി ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എപ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള കാര്യം എന്താണ്? ഇറ്റ് ഈസ് അൺസർട്ടൈൻ. സോ അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ഇൻ ദാറ്റ് കേസ് വി ഹാവ് എ ലാക്ക് ഓഫ് നോളജ്. സോ ലാക്ക് ഓഫ് നോളജ് റിലേറ്റിംഗ് ടു ഏർണിങ്സ് ഓഫ് പ്രോഫിറ്റ്. ബിസിനസ് പ്രോഫിറ്റ് ആവോ അതല്ലെങ്കിൽ ലോസ് ആവോ? അതല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുമെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യും? ദ എമൗണ്ട് ഓഫ് മണി. സോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ദർ ഈസ് എൻ അൺസർട്ടനിറ്റി of return in the business. Sixth important characteristic. Then seventh one is that there is an element of risk. എപ്പോഴും എന്താണ്? ബിസിനസ്സിൽ റിസ്ക് പ്രസൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ആൻ എക്സ്പോഷർ ടു ലോസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സം അൺഫേവറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഇവൻറ്റ്. സോ അൺസർട്ടനിറ്റി ബിസിനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്തുമുണ്ട് ബിസിനസ്സിൽ? ദർ ഈസ് എ റിസ്ക്. കാരണം നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം ഇന്ന ദിവസം ഇന്ന സമയം ഇത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? വി കോൺട്ട് പ്രെഡിക്റ്റ് ഇൻ അഡ്വാൻസ്. സോ ദർ ഈസ് എൻ അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ ബിസിനസ്. ഈ അൺസർട്ടനിറ്റി എന്ത് ചെയ്യുന്നു? ദാറ്റ് ഗിവ്സ് റൈസ് ടു റിസ്ക്. സോ അൺഫേവറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഇവൻറ്റ്സ് ലൈക്ക് കോവിഡ്, അതല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു എർത്ത് ക്വേക്ക്, അങ്ങനെ ഒരുപാട് അൺഫേവറബിൾ അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിച്ചേക്കാം. വിച്ച് അഡ്വേഴ്സ്ലി ബിസിനസ്സിന് പ്രതികൂലമായിട്ട് അഫക്റ്റ് ചെയ്യാവുന്ന, വിച്ച് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ ബിസിനസ്. അൺഫേവറബിൾ ആൻഡ് അൺഡിസൈറബിൾ ഇവൻറ്റ്സ് സംഭവിച്ചേക്കാം. സോ ദർ ഈസ് ഓൾവേസ് എൻ എലമെൻറ്റ് ഓഫ് റിസ്ക് ഇൻ ദി ബിസിനസ്, റൈറ്റ്? സോ ദീസ് ആർ ദി വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. സോ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. എന്തൊക്കെ നോക്കൂ? ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്, പ്രോഫിറ്റ് ഏർണിംഗ്, uncertainty of return, and there is an element of risk. Then moving to the next topic,
കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നോക്കൂ, മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ബിസിനസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓൺട്രപ്രന്യൂഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റീസ് ഇഫ് നെസസറി. ബിസിനസ് ആരാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹമാണ് ഇത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് തുടങ്ങണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്, അല്ലേ? എന്തായിരിക്കണം അതിൻ്റെ സൈസ് ഓഫ് ദ ബിസിനസ്, നേച്ചർ ഓഫ് ദ ബിസിനസ്, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? ദ പേഴ്സൺ, ഓൺട്രപ്രന്യൂർ, ബിസിനസ്മാനാണ് തീരുമാനിക്കുന്നത്. സോ അദ്ദേഹം നെസസറി ലീഗൽ ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്താൽ, കംപ്ലൈ ചെയ്താൽ എന്താണ്? ഹി ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, പ്രൊഫഷൻ്റെ കേസിൽ നോക്കൂ, മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. പ്രൊഫഷൻ എക്സാമ്പിളാണ് എന്തൊക്കെ? മെഡിക്കൽ പ്രൊഫഷൻ, അല്ലേ? പ്രൊഫഷൻ ഓഫ് എ ഡോക്ടർ, ലീഗൽ പ്രൊഫഷൻ, പ്രൊഫഷൻ ഓഫ് എൻ അഡ്വക്കേറ്റ്. സോ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പ്രൊഫഷൻ എന്താണ്? മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി. ഓക്കെ, ഡോക്ടർ ആണെങ്കിൽ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അല്ലേ? വക്കീലാണെങ്കിൽ ഹി ഷുഡ് ബി മെമ്പർ ഓഫ് ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. സോ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി, ആ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ബിലോങ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രൊഫഷണൽ ബോഡിയിലെ മെമ്പർഷിപ്പ് എന്താണ്? അനിവാര്യമാണ്. ദെൻ ഓൺലി ഹി വിൽ ബി കൺസിഡർഡ് ആസ് എ പ്രൊഫഷണൽ. ദെൻ അദ്ദേഹത്തിന് എന്ത് വേണം? ഹി ഷുഡ് ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ ഓർഡർ ടു പെർസ്യൂ ദാറ്റ് പ്രൊഫഷൻ. ദെൻ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ, ഓക്കെ, എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താണ്? സപ്പോസ് ടീച്ചർ ഇൻ എ സ്കൂൾ, അവൻ എന്താണ് ചെയ്യുന്നത്? ദ ടീച്ചർ ഈസ് ഡൂയിങ് ലൈക്ക് സം കൈൻഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതല്ലെങ്കിൽ മാനേജർ ഇൻ എൻ ഓർഗനൈസേഷൻ. സോ അവർക്ക് എന്താണ്? ദെയർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെൻറ്റ് ഈസ് ദെയർ ഫോർ ദം. സോ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നു ആൻഡ് ദർ ഈസ് എ സർവീസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് വർക്ക്. ബിസിനസ്സിൻ്റെ കേസിൽ നോക്കൂ, പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ പബ്ലിക്. ഒബ്വിയസ് ആണ്, അല്ലേ? ബിസിനസ് എന്ത് ചെയ്യുന്നു? സാധനങ്ങളും സേവനങ്ങളും പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ എന്താ ചെയ്യുന്നത്? റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ്. ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. എങ്ങനെയാണ് ചെല്ലുന്നത്? വി ആർ ബിലീവിങ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡോക്ടർ, അല്ലേ? ആ ഡോക്ടർ എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം നന്നായി രോഗികളെ ചികിത്സിക്കുന്നു. ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഡോക്ടർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തൊക്കെ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. സോ ഒരു ഡോക്ടറുടെ പോലെയല്ല ഒരിക്കലും മറ്റൊരു ഡോക്ടർ, അല്ലേ? സോ ദർ ഈസ് എ പേഴ്സണലൈസ്ഡ് ഡിഫറൻസ്, ഓക്കെ, പേഴ്സണലൈസ്ഡ് സ്കിൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷണൽ. ഓക്കെ, അവരവരുടെ പെർട്ടിക്കുലർ ഫീൽഡിൽ എന്താണ്? എക്സ്പേർട്ട് ആയിരിക്കും. ദെൻ ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, പെർഫോമിംഗ് വർക്ക് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസ്. സോ ദർ ഈസ് എ സർവീസ് എഗ്രിമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആ എഗ്രിമെൻറ്റ് അനുശാസിക്കുന്ന തരത്തിലുള്ള വർക്കായിരിക്കും എന്ത് ചെയ്യുക? ഇവർ ഈ എംപ്ലോയി പെർഫോം ചെയ്യാം, റൈറ്റ്? ദെൻ നെക്സ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് നോക്കൂ. നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി ഫോർ എ ബിസിനസ്മാൻ. നാളെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടോ? ഇല്ല. ഈവൻ ഇഫ് യു ഫെയിൽ 10th സ്റ്റാൻഡേർഡ് ഓർ ഈവൻ ഇഫ് യു ആർ എ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽ, ബോത്ത് കേസസ് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നില്ല. സോ നമ്മൾ കാണുന്ന ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മെൻ എന്തല്ല, ഒരുപാട് അങ്ങനെ ക്വാളിഫിക്കേഷൻ മീൻസ് എഡ്യൂക്കേഷണലി ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാവണമെന്ന് എന്തില്ല? ഇല്ല. ഓക്കെ, നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി ഇൻ കേസ് ഓഫ് എ ബിസിനസ്. പ്രൊഫഷൻ്റെ കേസിൽ എന്താണ്? ക്വാളിഫിക്കേഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ സ്പെസിഫിക് ഫീൽഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി ഈസ് എ മസ്റ്റ്. ഓക്കെ, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നമ്മളുടെ എക്സാമ്പിൾ, അതല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം? സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ പറയുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു MBBS ഡിഗ്രി വേണം, അല്ലേ? ഒരു വക്കീലാണെങ്കിൽ അദ്ദേഹം LLB പാസ്സായിരിക്കണം, റൈറ്റ്? സോ അത് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽസിൻ്റെ കേസിൽ ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ അവരുടെ എക്സ്പെർട്ടൈസ് ഇസ് എക്സ്ട്രീംലി നെസസറി. ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലോ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ എന്താണോ അനുശാസിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ നമുക്ക്
ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്താണ്, കമ്പൽസറിയാണ്. നിങ്ങൾ ഓരോ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാറില്ലേ, അപ്പോൾ അതിൽ പറയും അല്ലേ, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ ആ പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുള്ളൂ. സോ എന്താണോ എംപ്ലോയർ പറയുന്ന പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ അത് നമുക്ക് ഉണ്ടായിരിക്കണം ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, റിവാർഡ് ഓർ റിട്ടേൺ. ബിസിനസ്സിൻ്റെ കേസിൽ എന്താണ് റിവാർഡ്? ദറ്റ് ഈസ് ദ പ്രോഫിറ്റ് അല്ലേ. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ബിസിനസ്സിൻ്റെ റിവാർഡ് എന്താണ്? പ്രോഫിറ്റ് ഏൺഡ്. പ്രൊഫഷൻ്റെ കേസിൽ പ്രൊഫഷണൽസിന് നമ്മൾ എന്താ കൊടുക്കുക? ഒരു വക്കീലിനെ കാണാൻ പോയി നമ്മൾ ഫീ ആണ് കൊടുക്കുക അല്ലേ. സോ അവരുടെ റിവാർഡിനെ എന്ന് പറയുന്നു ദ പ്രൊഫഷണൽസ് ഓൺ പ്രൊഫഷണൽ ഫീ. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസാണെങ്കിലോ വാട്ട് ഈസ് ദ റിവാർഡ്? ഇറ്റ് ഈസ് ദ സാലറി ഓർ വേജസ്. മന്ത്ലി അവർക്ക് ലഭിക്കുന്ന, ഓക്കെ, അതല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അനുസരിച്ച് ലഭിക്കുന്ന സാലറി ഓർ വേജസ് ആണ് ആരുടെ റിവാർഡ്? എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എംപ്ലോയിയുടെ റിവാർഡ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ കേസ് ഓഫ് ബിസിനസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ ബിസിനസ്. ലാർജ് ബിസിനസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. സ്മോൾ ബിസിനസ് റിക്വയേഴ്സ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ബിസിനസ്സിൻ്റെ കേസിൽ. പ്രൊഫഷണൽ എങ്ങനെയാണ്? ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സോ ഇതെങ്ങനെയാണ് പറയുന്നത്? കമ്പയർ ടു ബിസിനസ്, ബിസിനസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഫഷൻ എന്ത് മതി? ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഫഷൻ റിക്വയേഴ്സ് വെരി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എന്തെങ്കിലും ക്യാപിറ്റൽ വേണോ? നമ്മളൊരു പരീക്ഷ പാസ്സായി ഒരു ജോലി നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഓക്കെ പാസ്സായി നമുക്ക് ജോലി കിട്ടുന്നു. സപ്പോസ് കേരള PSCയുടെ ഒരു എക്സാം പാസ്സായി നമ്മൾ ജോലിയിൽ അപ്പോയിൻറ്റഡ് ആവുന്നു. നമുക്കതിന് എന്തെങ്കിലും ക്യാപിറ്റൽ ആവശ്യമുണ്ടോ? നോ ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദെൻ റിസ്ക്. ഇൻ കേസ് ഓഫ് ബിസിനസ് എന്താണ്? റിസ്ക് ഈസ് പ്രസൻറ്റ് ബിക്കോസ് പ്രോഫിറ്റ്സ് ആർ അൺസെർട്ടൈൻ ആൻഡ് ഇറഗുലർ. പ്രോഫിറ്റ്സ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അൺസെർട്ടൈൻ ആണ്. അതുപോലെ തന്നെ റെഗുലറായിട്ട്, ഓക്കെ, ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സാലറി കിട്ടും അല്ലേ ഓരോ മന്തിനും. പക്ഷേ ബിസിനസ്സിന് എങ്ങനെയാണ്? റെഗുലറായിട്ട് അതേപോലെ പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യാം, ബിസിനസ്സിൻ്റെ എൻഡ് റിസൾട്ട് ലോസ് ആയിട്ട് മാറാം. സോ പ്രോഫിറ്റ്സ് ആർ അൺസെർട്ടൈൻ ആൻഡ് ഇറഗുലർ, സോ റിസ്ക് ഈസ് പ്രസൻറ്റ് ഇൻ ബിസിനസ്. പ്രൊഫഷൻ്റെ കേസിൽ എന്താണ്? ഫീ ഈസ് ജനറലി റെഗുലർ ആൻഡ് സെർട്ടൈൻ, സം റിസ്ക്. കമ്പയർ ടു ബിസിനസ് എന്താണ്? ബിസിനസ്സിൻ്റെ അത്ര റിസ്ക് ഇല്ല, ബട്ട് ദർ ഈസ് സം റിസ്ക്. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എന്താണ്? ഫിക്സഡ് ആൻഡ് റെഗുലർ പേ, നോ ഓർ ലിറ്റിൽ റിസ്ക്. റിസ്ക് ഏറ്റവും കുറവാണ് അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തിൻ്റെ കേസിൽ? ഇൻ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ദെൻ കോഡ് ഓഫ് കോണ്ടക്റ്റ്. കോഡ് ഓഫ് കോണ്ടക്റ്റ് നോക്കൂ. ഇൻ കേസ് ഓഫ് ബിസിനസ് നോ കോഡ് ഓഫ് കണ്ടക്ട് ഇസ് പ്രിസ്ക്രൈബ്ഡ്. ബിസിനസ്മാൻ ഇന്ന ചട്ടങ്ങൾ അല്ലെങ്കിൽ ഇന്ന റൂൾസ് അനുശാസിക്കണമെന്നുണ്ടോ? ഒബ്വിയസ്ലി നമ്മുടെ രാജ്യത്തെ നിയമസംഹിത അനുസരിക്കണം. അതല്ലാതെ ദർ ഈസ് നോ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എ ബിസിനസ്മാൻ അല്ലേ. ഒരു പ്രൊഫഷണൽ പാലിക്കേണ്ടുന്നത് പോലെയുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്തില്ല? ഒരു ബിസിനസ്മാൻ ഇല്ല. പ്രൊഫഷണലിന് അങ്ങനെയല്ല. എന്തുണ്ട്? ആ പ്രൊഫഷണൽ ബോഡി പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് ആര് പാലിക്കണം? ദ പ്രൊഫഷണൽ ഷുഡ് ഫോളോ. ഓക്കെ, എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എന്താണ്? നോംസ് ഓഫ് ബിഹേവിയർ ലേഡ് ഡൗൺ ബൈ ദി എംപ്ലോയർ ആർ ടു ബി ഫോളോ. എംപ്ലോയർ എന്താണോ പറയുന്നത് ആ നിയമങ്ങൾ, ആ നോംസ്, ആ റൂൾസ് അനുസരിക്കാൻ ആര് ബാധ്യസ്ഥനാണ്? എംപ്ലോയി ബാധ്യസ്ഥനാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? എക്സാമ്പിൾ ഓഫ് എ ബിസിനസ്, ഷോപ്പ് ഓർ ഫാക്ടറി. എക്സാമ്പിൾ ഓഫ് എ പ്രൊഫഷൻ എന്താണ്? ലീഗൽ, അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷൻ അല്ലേ. മെഡിക്കൽ പ്രൊഫഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഓക്കെ, പ്രൊഫഷൻ ഓഫ് എ CA. ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ജോബ് ഇൻ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സോ ആൻഡ് സോ ആർ എക്സാമ്പിൾസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള കമ്പാരിസൺ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വി ഹാവ് കവേർഡ് ദി സെക്കൻഡ് ടോപ്പിക് ആൻഡ് without wasting any time we are moving to topic 3. Okay, third most important topic എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നോക്കൂ,
Various business activities may be classified into two broad categories. ബിസിനസ് ആക്ടിവിറ്റീസിനെ മെയിൻലി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. ഓക്കെ, സോ ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോമേഴ്സ്. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ഇക്കണോമിക് ആക്ടിവിറ്റീസ് which are connected with conversion of resources into useful goods. റിസോഴ്സസിനെ അതല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ ഓക്കെ യൂസ്ഫുൾ ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്തിൽ നടക്കുന്നത്? ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ആർ കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് അഥവാ റോ മെറ്റീരിയൽസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. സോ സിംപ്ലി എന്താണ് ഇൻഡസ്ട്രി? കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ യൂസ്ഫുൾ ഗുഡ്സ്. ഓക്കെ, ദെൻ ഇറ്റ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ഇൻ വിച്ച് മെക്കാനിക്കൽ അപ്ലയൻസസ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ആർ ഇൻവോൾവ്. സോ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സിൽ എന്തിൻ്റെ കൺവേർഷൻ? റിസോഴ്സസിനെ യൂസ്ഫുൾ ഗുഡ്സ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറ്റുന്ന ഈ പ്രോസസ്സിൽ എന്തൊക്കെ ഉപയോഗിക്കാം? മേ ബി വി മേ യൂസ് മെക്കാനിക്കൽ അപ്ലയൻസസ്, മെഷീൻസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ്. ഓക്കെ, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരുടെ ടെക്നിക്കൽ സ്കിൽസ് എന്ത് ചെയ്യും? ഈ ഇൻഡസ്ട്രിയുടെ കേസിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ദെൻ it include activities relating to producing or processing of goods as well as breeding and raising of animals. Very important point. സോ എന്തൊക്കെയാണ് ഇൻഡസ്ട്രി? പ്രൊഡ്യൂസിങ് ഓർ പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ബ്രീഡിംഗ് ആൻഡ് റൈസിങ് ഓഫ് ആനിമൽസ്. മൃഗപരിപാലനം അതല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സംഗതി, അതും എന്താണ്? ദാറ്റ് ടു ഈസ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രി. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡ്യൂസിംഗ് ഓർ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് ആസ് വെൽ ആസ് ബ്രീഡിംഗ് ആൻഡ് റൈസിംഗ് ഓഫ് ആനിമൽസ്. ആനിമൽസിനെ ബ്രീഡ് ചെയ്യുന്നതും അതുപോലെ അവരെ പരിപാലിക്കുന്നതും എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഇൻഡസ്ട്രി. ദെൻ കഴിഞ്ഞില്ല, ഗ്രൂപ്പ്സ് ഓഫ് ഫാംസ് പ്രൊഡ്യൂസിംഗ് സിമിലർ ഓർ റിലേറ്റഡ് ഗുഡ്സ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇൻഡസ്ട്രി. ഒരേപോലെയുള്ള ഗുഡ്സ് ഓക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഓഫ് ഫേംസിനെ എന്ത് നമ്മൾ പറയും? ഇൻഡസ്ട്രി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലേ? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കോട്ടൺ തുണികളും ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫേംസിനെ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നതാണ് എന്ത്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. സോ ഗ്രൂപ്പ് ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് സിമിലർ ഓർ റിലേറ്റഡ് ഗുഡ്സ് ആർ ഓൾസോ ടേംഡ് ആസ് ഇൻഡസ്ട്രി. ഓക്കെ, കഴിഞ്ഞില്ല. സർട്ടൻ സർവീസസ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ഇൻഡസ്ട്രി. ചില സർവീസിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഇൻഡസ്ട്രി എന്ന് പറയാറുണ്ട് അല്ലേ? ബാങ്കിങ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഇൻഡസ്ട്രി അങ്ങനെ പറയാറില്ലേ? സോ സർട്ടൻ സർവീസസ് ആർ ഓൾസോ ടേംഡ് ആസ് ഇൻഡസ്ട്രി. നോക്കൂ, എന്തൊക്കെയാണ് അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? സിംപ്ലി ഇൻഡസ്ട്രി മീൻസ് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്, റൈറ്റ്? കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്. ദെൻ ഈ ഒരു കൺവേർഷനിൽ എന്തുണ്ടാവാം? Mechanical appliances and technical skills may be involved in this conversion. Then it includes activities relating to, very important point, producing or processing of goods as well as breeding and raising of animals. Then group of firms ne endu parayam? Industry ennu parayam. Enganathe firms aanu? Producing similar ഓർ റിലേറ്റഡ് ഗുഡ്സ്, ഒരേപോലെയുള്ള ഓക്കെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫേംസിന് നമുക്ക് എന്ത് പറയാം? ഇൻഡസ്ട്രി എന്ന് പറയാം. അത് മാത്രമല്ല, സർട്ടൻ സർവീസസ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആർ ഓൾസോ ടേംഡ് ആസ് ഇൻഡസ്ട്രി. സോ ഓക്കെ, സോ ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ദെൻ ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3.
നോക്കൂ, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. ദെൻ ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. എന്തൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെർഷ്യറി ഇൻഡസ്ട്രി. എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി? സി, വാട്ട് ഈസ് പ്രൈമറി ഇൻഡസ്ട്രി? These include all those activities which are concerned with extraction and production of natural resources and reproduction and development of living organisms or plants. Okay, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി വി വിൽ സീ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻസ്. പ്രൈമറി ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? ദീസ് ഇൻഡസ്ട്രീസ് എക്സ്ട്രാക്ട് or draw products from natural resources. Extractive industries supply some basic raw materials that are mostly products of geographical or natural environment. Example, farming, mining, lumbering, hunting and fishing operations. നോക്കൂ, നാച്ചുറൽ റിസോഴ്സസിൽ നിന്നും അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സസിൽ നിന്നും പ്രൊഡക്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് എന്തായി മാറുന്നത്? ദേ ആർ ദ റോ മെറ്റീരിയൽസ്, ഓക്കെ, ഫോർ ഫെർദർ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു? മറ്റ് ഇൻഡസ്ട്രികൾക്കുള്ള ബേസിക് റോ മെറ്റീരിയൽസ്, അതായത് ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യുന്നു? ദേ ആർ സപ്ലൈ. സോ ഇത് എന്തിൻ്റെ ബേസിസിലാണ്? ജിയോഗ്രാഫിക്കൽ അല്ലെങ്കിൽ നേച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ബേസിസിലാണ് ഈ ഇൻഡസ്ട്രികളുടെ നിലനിൽപ്പ്. എക്സാമ്പിൾ നോക്കൂ, ഫാമിംഗ് ഇൻഡസ്ട്രി, മൈനിങ്, ഓക്കെ, ലംബറിങ് മീൻസ് മരം മുറിക്കുന്ന, ഓക്കെ, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ഓപ്പറേഷൻസ്. സോ ഇതൊക്കെ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് എല്ലായിടത്തും കാണാൻ പറ്റില്ല, അല്ലേ? സോ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ പെർട്ടിക്കുലർ റീജൻ ദീസ് ഇൻഡസ്ട്രീസ് വിൽ ഫ്ലറിഷ്. സോ ആ പർട്ടിക്കുലർ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ ജിയോഗ്രഫിയുടെ സവിശേഷത അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? ഈ നാച്ചുറൽ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി അവിടെ ഫ്ലറിഷ് ചെയ്യുക. ഓക്കെ, ഫാമിംഗ്, എല്ലായിടത്തും ഫാമിംഗ് ഒരുപോലെയല്ല, അല്ലേ? ദെൻ ഫിഷിംഗ് ഓപ്പറേഷൻസ്. സോ ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടായിരിക്കും. സോ സിംപിളി ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. വാട്ട് ആർ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്? നാച്ചുറൽ സോഴ്സസിൽ നിന്നും പ്രൊഡക്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് എന്ത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈമറി ഇൻഡസ്ട്രി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ബിസിനസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്, അല്ലേ? സോ ഇൻഡസ്ട്രി എന്താണ് എന്ന് നമ്മൾ നോക്കി. ദെൻ ഇൻഡസ്ട്രീസിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. Then we are studying about primary industry. Primary industry is again classified into extractive industry and genetic industry. Genetic industry endana? These industries are engaged in breeding plants and animals for their use in further reproduction. Example, seeds and nursery companies, cattle breeding farms, poultry farms, fish hatchery. Okay, so ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ബ്രീഡ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? അതിനെ വളർത്തിക്കൊണ്ട് വരിക, അതല്ലെങ്കിൽ അവരുടെ ഫെർദർ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസാണ് എന്ത്? ജനറ്റിക് ഇൻഡസ്ട്രീസ്. ഓക്കെ, പൗൾട്രി ഫാംസ്, കോഴി വളർത്തൽ, അതല്ലെങ്കിൽ കാലി വളർത്തൽ, ഇതൊക്കെ എന്ത് കാറ്റഗറിയിൽ വരുന്നതാണ്? ജനറ്റിക് ഇൻഡസ്ട്രീസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസാണ് ഈ പറയുന്നതെല്ലാം. Okay, so primary industries are classified into two, extractive industry and genetic industry. Extractive industry എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്യുന്നു. എവിടെ നിന്ന്? നാച്ചുറൽ സോഴ്സസിൽ നിന്നും പ്രോഡക്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നു. ജനറ്റിക് ഇൻഡസ്ട്രി എന്താണ്? ബ്രീഡിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ബ്രീഡിംഗ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്.
മൃഗപരിപാലനം, അതല്ലെങ്കിൽ എന്താണ് കാലി വളർത്തൽ, കോഴി വളർത്തൽ, ഓക്കെ, ഫിഷ്, മത്സ്യങ്ങളെ വളർത്തൽ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിളാണ്. ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി, ഇറ്റ് ഈസ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ യൂസ് മെറ്റീരിയൽസ് which have already been extracted at the primary sector. These industries process such materials to produce goods for final consumption or for further processing by other industrial units. They are divided into two. Secondary industries എന്താ ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രി കൊടുക്കുന്ന റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഫൈനൽ കൺസംഷന് അനുയോജ്യമായിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ ഇതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് മറ്റ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് നൽകുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു? അവർ പ്രൈമറി സെക്ടർ കൊടുക്കുന്ന മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്നു in order to produce goods for final consumption or for further processing. Then secondary industry എന്ത് ചെയ്തിരിക്കുന്നു? രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. The first one is manufacturing industry and the second one is construction industry. Okay, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണ്? സിംപ്ലി ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇൻവോൾവ് ഇൻ കൺസ്ട്രക്ഷൻ, അല്ലേ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓഫ് ബിൽഡിങ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ്സ് ആസ് വെൽ as ടണൽസ് ആൻഡ് കനാൽസ്. എൻജിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സ്കിൽസ് ആർ മസ്റ്റ് ഫോർ ദീസ് ഇൻഡസ്ട്രീസ്. സോ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് എന്താണ്? എൻജിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ സ്കിൽസ് ആവശ്യമാണ്. ബിൽഡിങ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ്സ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രീസാണ് എന്ത്? കൺസ്ട്രക്ഷൻ industry. Next is manufacturing industry. These are engaged in producing goods through processing of raw material. സെക്കൻഡറി ഇൻഡസ്ട്രിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നു? മാനുഫാക്ചേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്, ഓക്കെ, ഗുഡ്സ് ത്രൂ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് ഡൈവേഴ്സ് ഫിനിഷ് പ്രോഡക്ട്സ്. ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ ഫർദർ എന്ത് ചെയ്തിരിക്കുന്നു? 4ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി നോക്കൂ, ഇറ്റ് ഇൻവോൾവ്സ് പ്രോസസ്സിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ് പ്രോഡക്ട്സ്. സോ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് ഡിഫറെൻറ്റ് സ്റ്റേജസായി, സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എക്സാമ്പിൾ നോക്കൂ: ഷുഗർ ആൻഡ് പേപ്പർ. ഷുഗർ കെയിൻ, അല്ലേ, കരിമ്പിൽ നിന്നും ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാനുള്ള ആ പ്രോസസ്സിന് എന്താണ്? ദാറ്റ് പ്രോസസ്സ് ഇൻക്ലൂഡ്സ് വേരിയസ് സ്റ്റെപ്സ്. കരിമ്പ് എന്നുള്ള റോ മെറ്റീരിയൽ നിന്നും ഷുഗർ എന്നുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ദർ ഈസ് എ നമ്പർ ഓഫ് പ്രോസസ്സസ് ടു ബി ഫോളോഡ്, എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനാണ് എന്ത് പറയുക? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. മറ്റൊരു എക്സാമ്പിൾ എന്താണ്? പേപ്പർ. ടിമ്പറിൽ നിന്നും, തടിയിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ഉൽപ്പാദിപ്പിക്കാൻ ദർ ആർ വേരിയസ് സ്റ്റെപ്സ് ഓർ വേരിയസ് പ്രോസസ്സസ് ടു ബി ഫോളോഡ്. ഇതിനെ ഒരു പേപ്പർ എന്നുള്ള ഒരു ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റാൻ വേണ്ടി, ഓക്കെ, ദർ ആർ എ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ടു ബി ഫോളോഡ്. സോ അത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ എന്ത് പറയുക? പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. It analyzes and separates different elements from the same material. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ: ഓയിൽ റിഫൈനറി. ഒരു മെറ്റീരിയലിൽ നിന്നും, ഫോർ എക്സാമ്പിൾ ഓയിൽ റിഫൈനറിയിൽ ഓയിലിൽ നിന്നും എന്തൊക്കെ ഉണ്ടാക്കുന്നു? പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ തരംതിരിച്ചെടുക്കുന്നു. സോ ഒരു മെറ്റീരിയലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ഡിഫറെൻറ്റ് എലമെൻസിനെ. ഓക്കെ, അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ് എന്ത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ദെൻ തേർഡ് വൺ ഇസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഇറ്റ് അസംബിൾസ് ഡിഫറെൻറ്റ് കമ്പണൻറ്റ് പാർട്സ് ടു മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. ഈ അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയുടെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കലിൽ എന്താണ്? ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അസംബ്ലിങ്ങിൽ എന്താ ചെയ്യുന്നു നോക്കൂ: ഇറ്റ് അസംബിൾസ്, കൂട്ടിച്ചേർക്കുന്നു.
different component parts to make a new product. Example, TV, car, computer. ഓക്കെ, കാറൊക്കെ എന്താണ് വേരിയസ് പാർട്സ് അല്ലേ, അവരുടെ ഒരു യൂണിറ്റിൽ വെച്ച് അവർ അസംബിൾ ചെയ്തിട്ടാണ് ആ ഫൈനൽ ഗുഡ് ആയിട്ടുള്ള കാർ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, വേരിയസ് പാർട്സ് ആർ ബീങ് അസംബിൾഡ് ടു മാനുഫാക്ചർ or in order to make this final product. സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ് എന്ത്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ദെൻ the last one is synthetical industry. It combines various ingredients into a new product. Example, cement, paint, etc. So ഇവിടെ എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് കെമിക്കൽ കോമ്പോസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന, ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസാണ് എന്ത്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. സിമൻറ്റ്, പെയിൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സിമൻറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ് എന്ത്, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ഓക്കെ, ഓർമ്മിച്ച് വെക്കാനുള്ള കോഡ് എന്താണ്, ഇത് ഓർമ്മിച്ച് വെക്കാനുള്ള കോഡ് എന്താണ്, PAAS, പാസ്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി ആൻഡ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ഓക്കെ, ഇതെന്താണ്, ദീസ് ആർ ദി classifications of manufacturing industry. Okay, these are the classification of manufacturing industry, PAAS, right? Then the third one, industry classification നമ്മൾ പറഞ്ഞത് primary, secondary and tertiary. So the third one is tertiary industries. ഒന്നും ആലോചിക്കേണ്ട, tertiary industries means എന്താണ്, simply they are means services. Okay, these industries provide service facilities. These are concerned with providing support services to primary and secondary industries as well as activities relating to trade. These activities assist trade. For example, നോക്കൂ, transport, banking, insurance, warehousing, communication and advertising. ഇതെന്താണ്, സിംപ്ലി പ്രൈമറി ഇൻഡസ്ട്രിയും സെക്കൻഡറി ഇൻഡസ്ട്രിയെയും സഹായിക്കുന്ന ഫെസിലിറ്റേറ്റിംഗ് സർവീസസ് ആണ് എന്ത് പറയുന്നത്, ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്. ഓക്കെ, സോ ഇതിനൊക്കെ എന്ത് പറയാം, ദിസ് കംസ് അണ്ടർ ടെർഷ്യറി ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ ഫസ്റ്റ് മേജർ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി, എന്താണ്, ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറി ഇൻഡസ്ട്രീസിനെ അഗെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു PAAS. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ടെർഷ്യറി ഇൻഡസ്ട്രീസ്, റൈറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് കോമേഴ്സ്. ഇതെന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റിയുടെ രണ്ടാമത്തെ പോയിന്റാണ് കോമേഴ്സ്, റൈറ്റ്. എന്താണ് കോമേഴ്സ് നോക്കൂ, ഇറ്റ് പ്രൊവൈഡ്സ് necessary link between producers and consumers. It facilitates exchange of goods and services. ഇൻഡസ്ട്രിയുടെ കേസിൽ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ബിസിനസ് ആക്ടിവിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. സോ ഇൻഡസ്ട്രിയുടെ കേസിൽ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ കോമേഴ്സ് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെയിൽ പോസിബിൾ ആക്കുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്ത്, കോമേഴ്സ്. കോമേഴ്സ് പ്രൊവൈഡ്സ് ദ നെസസറി ലിങ്ക്. കോമേഴ്സ് പ്രൊവൈഡ്സ് ദ നെസസറി ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. നമ്മളെ ഫൈനൽ കൺസ്യൂമറെയും അതുപോലെ അൾട്ടിമേറ്റ്ലി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആക്ടിവിറ്റിയാണ് എന്ത്, കോമേഴ്സ്. സോ കോമേഴ്സിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. കോമേഴ്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 2: ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. എന്താണ് ട്രേഡ് നോക്കൂ, ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഈസ് ടേംഡ് ആസ് ട്രേഡ്. സിംപ്ലി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്, ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഈതർ ഫിസിക്കൽ ഓർ വെർച്വൽ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2: internal trade and external trade. സിംപ്ലി എന്താണ് ട്രേഡ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇസ് ട്രേഡ്. ട്രേഡിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഇൻറ്റേർണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. എന്താണ് ഇൻറ്റേർണൽ ട്രേഡ്,
വിച്ച് ഹാപ്പൻസ് ഇൻസൈഡ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത്. ഓക്കെ, നമ്മുടെ രാജ്യം ഇന്ത്യയാണ് അല്ലേ, ഇന്ത്യയുടെ ഇൻസൈഡ് മീൻസ് ഇൻസൈഡ് ദ കൺട്രി ഹാപ്പൻ ചെയ്യുന്ന ട്രേഡാണ് എന്ത്, ഇൻറ്റേർണൽ ട്രേഡ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡ്സ് കം അണ്ടർ ദിസ് കാറ്റഗറി. ഇൻറ്റേർണൽ ട്രേഡിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം എന്ത്, ഹോൾസെയിലേഴ്സിൻ്റെ ട്രേഡ്, ഹോൾസെയിൽ ട്രേഡ്. ഹോൾസെയിൽ ട്രേഡ് പറയുമ്പോൾ എന്താണ്, ഗുഡ്സിന് ബൾക്കായിട്ട് വിൽക്കുക അല്ലേ, അറ്റ് ചീപ്പർ റേറ്റ്. ഹോൾസെയിലേഴ്സ് ആർക്കാണ് സാധനങ്ങൾ വിൽക്കുക, റീറ്റെയിലേഴ്സിനാണ് വിൽക്കുക അല്ലേ. റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെപ്പോലുള്ള ഫൈനൽ കൺസ്യൂമർ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. സോ വെൻ ഗുഡ്സ് ആർ സോൾഡ് ഇൻ ബൾക്ക് ബട്ട് ചീപ്പർ റേറ്റ്, ഇറ്റ് ഈസ് നോൺ എസ് ഹോൾസെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് എന്താ, റീറ്റെയിൽ ട്രേഡ് മീൻസ് സെയിൽ ഓഫ് ഗുഡ്സ് ടു ദ എൻഡ് യൂസേഴ്സ്, നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ദാറ്റ് ഈസ് നോൺ എസ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയിരിക്കും, ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിലാണ് എന്ത് ചെയ്യുക, റീറ്റെയിലേഴ്സിന് വാങ്ങുക അല്ലേ. നമ്മൾക്ക് വേണ്ട സാധനങ്ങളല്ലേ നമ്മൾ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ. വി കോൺട്ട് പർച്ചേസ് ഇറ്റ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. ഫൈനൽ കൺസ്യൂമേഴ്സ് ലൈക്ക് അസ് വിൽ പർച്ചേസ് ദ ഗുഡ്സ് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഇൻറ്റേർണൽ ട്രേഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഹോൾസെയിൽ ട്രേഡും ആൻഡ് റീറ്റെയിൽ ട്രേഡും. ഇൻറ്റേർണൽ ട്രേഡ് എങ്ങനെയാണ്, ട്രേഡ് ഇൻസൈഡ് ദി കൺട്രി, ഇൻസൈഡ്, ഇൻറ്റേർണൽ, ഇൻസൈഡ് ദി കൺട്രി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ ട്രേഡ്. ഇൻറ്റേർണലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ ഇൻസൈഡ് ആണെങ്കിൽ എന്താണ്, എക്സ്റ്റേണൽ ഹാപ്പൻസ് ബിറ്റ്വീൻ ദ കൺട്രീസ്, നമ്മുടെ കൺട്രി വേറൊരു കൺട്രിയുമായി. ഓക്കെ, അതല്ലെങ്കിൽ കൺട്രീസ് തമ്മിൽ, ബിറ്റ്വീൻ ദ കൺട്രീസ് ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, വി വിൽ ടേം ഇറ്റ് as എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ, എക്സ്റ്റേണൽ ട്രേഡിനെ അഗെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദറ്റ് ഈസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് എൻട്രി പോർട്ട്. ഇമ്പോർട്ട് എന്താണ്, ഇമ്പോർട്ടിംഗ് റെഫേഴ്സ് ടു purchase of foreign products and bringing them into one's home country. സപ്പോസ് ഇന്ത്യ US-ൽ നിന്നും കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു, ഇറക്കുമതി അല്ലേ, നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഇറക്കുമതി. പർച്ചേസ് ഓഫ് ഫോറിൻ പ്രൊഡക്ട്സ് ആൻഡ് ബ്രിങ്ങിങ് ദം ഇൻ ടു വൺസ് ഹോം കൺട്രി, നമ്മുടെ ഹോം കൺട്രിയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നു. എവിടെ നിന്ന്, വേറൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന്. ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പോർട്ട്. ഓക്കെ, ദെൻ എക്സ്പോർട്ട് എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് റെഫേഴ്സ് ടു സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഹോം കൺട്രി ടു ഫോറിൻ നാഷൻ. നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്നും, ഹോം കൺട്രിയിൽ നിന്നും മറ്റൊരു വിദേശ രാജ്യത്തേക്ക്, ഫോറിൻ നാഷനിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് കയറ്റി അയക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും, എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി എന്ന് പറയും. ദെൻ ദ തേർഡ് പോയിന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിച്ച് ഇസ് നോൺ ആസ് എൻട്രി പോർട്ട്. ഓക്കെ, എന്താണ് എൻട്രി പോർട്ട്? Entry port trade includes both import and export and involves 3 different countries. In the case of entry port trade, goods are first purchased from one country, that is imported, and then sold to or exported to other countries. So entry portil exportum അതുപോലെ തന്നെ importum involved ആണ്. It involves both import and export. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. സിംപ്ലി ഒരു എക്സാമ്പിൾ പറയാം. തായ്ലൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റബ്ബർ ഇറക്കുമതി ചെയ്ത് അത് നമ്മൾ ജപ്പാനിലേക്ക് കയറ്റി അയക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എൻട്രി പോർട്ട് ട്രേഡ്. സോ 3 കൺട്രീസ് ഇവിടെ ഇൻവോൾവ് ആണ് അല്ലേ. ഇൻ ദ കേസ് തായ്ലൻഡ്, ഇന്ത്യ ആൻഡ് ജപ്പാൻ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് എൻട്രി പോർട്ട് ട്രേഡ്, ഗുഡ്സ് ആർ ഫേസ്റ്റ് പർച്ചേസ്ഡ് ഫ്രം വൺ കൺട്രി. തായ്ലൻഡിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് റബ്ബർ വരുന്നു, നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. എവിടേക്ക്, ജപ്പാനിലേക്ക്. സോ ദിസ് ഈസ് നോൺ ആസ് എൻട്രി പോർട്ട് ട്രേഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് വായിക്കാം. എൻട്രി പോർട്ട് ട്രേഡ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇൻവോൾവ്സ് 3 different countries. ഇൻ ദ കേസ് ഓഫ് എൻട്രി പോർട്ട് ട്രേഡ്, ഗുഡ്സ് ആർ ഫസ്റ്റ് പർച്ചേസ്ഡ്, ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു, ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എക്സ്പോർട്ടഡ് ടു അതർ കൺട്രീസ്. സോ മോസ്റ്റ്ലി എന്തിനാണ് ഈ എൻട്രി പോർട്ട് ട്രേഡ് എങ്ങനെയാണ് നടക്കുക? ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലൊരു ട്രേഡ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിലുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പരസ്പരം ഈ സാധനങ്ങൾ കൈമാറാം. ഓക്കെ, സോ എൻട്രി പോർട്ട് ഇസ് സിംപ്ലി വി ആർ ഇമ്പോർട്ടിംഗ് ദ ഗുഡ്സ് ആൻഡ് വി ആർ റീ എക്സ്പോർട്ടിംഗ് ഇറ്റ്, ഓക്കെ, ടു അനദർ കൺട്രി. ഇതാണ് എന്ത്, എൻട്രി പോർട്ട് ട്രേഡ്. റൈറ്റ്. സോ കോമേഴ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കവർ ചെയ്തു, ട്രേഡ്.
Okay, the next one is auxiliaries to trade. ഓക്കെ, ഓക്സിലറി വെർബ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹെൽപ്പിംഗ് വെർബ്സ്. സോ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് വിച്ച് ഹെൽപ്സ് ട്രേഡ് അല്ലേ. ഓക്സിലറീസ് മീൻസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ മെയിൻ ഫോർ അസിസ്റ്റിംഗ് ട്രേഡ്. ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറീസ് ടു ട്രേഡ്. These activities are generally referred to as services because they are in the nature of facilitating the activities related to industry and trade. ട്രേഡ് എന്ന് പറയുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി സർവീസസ്. These activities help in removing the various hindrances which arise in connection with production and distribution of goods. So production and distribution of goods എന്താണ്? ട്രേഡ്. സോ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന വേരിയസ് ഹിൻഡ്രൻസസ് മീൻസ് തടസ്സങ്ങൾ, പ്രോബ്ലംസ്, ഒബ്സ്റ്റക്കിൾസ്, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എന്ത്? ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ, ഇതെന്താണ്? ദീസ് ആർ ദ വേരിയസ് സർവീസസ് വിച്ച് ഈസ് ഫോർ അസിസ്റ്റിംഗ് ദ ട്രേഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഓക്സിലറീസ് ഓഫ് ട്രേഡ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Production of goods generally takes place in particular locations. Transport facilitates movement of raw material to the place of production and the finished products from factories to the place of consumption. The obstacle of place is removed by the transport through road, rail or coastal shipping. Okay, എന്താ പറയുന്നത് നോക്കൂ. പ്രൊഡക്ഷൻ, ഓക്കെ, റോ മെറ്റീരിയൽ നമുക്ക് ലഭിക്കുക, ബിസിനസ്സിൻ്റെ റോ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സപ്പോസ് ഒരു പർട്ടിക്കുലർ പ്ലേസിലായിരിക്കും. റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? പ്രൊഡക്ഷൻ ഫാക്ടറി വേറൊരു സ്ഥലത്തായിരിക്കും. ഓക്കെ, ദെൻ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്ന കടകൾ അല്ലെങ്കിൽ ആ പ്ലേസ്, പെർട്ടിക്കുലർ പ്ലേസ് വേർ ദി ഫിനിഷ് പ്രൊഡക്ട്സ് ആർ ബീയിങ് സോൾഡ്, അത് വേറൊരു സ്ഥലത്തായിരിക്കും. സോ ഈ മൂന്ന് കാര്യങ്ങളും പല പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഓക്കെ, ഈ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് എത്തിക്കണം അല്ലേ. റോ മെറ്റീരിയൽ അവൈലബിൾ ആവുന്നത് ഒരു സ്ഥലത്ത് നിന്നാണ്, പ്രൊഡക്ഷൻ നടക്കുന്നത് വേറൊരു സ്ഥലത്താണ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ സെല്ലിംഗ് നടക്കുന്നത് വേറൊരു സ്ഥലത്താണ്. സോ ദർ ഈസ് എൻ ഒബ്സ്റ്റക്കിൾ ഓഫ് പ്ലേസ് അല്ലേ, ദർ ഈസ് എൻ ഒബ്സ്റ്റക്കിൾ ഓഫ് പ്ലേസ്, ദർ ഈസ് എ ഹിൻഡ്രൻസ്. സോ ഈ സ്ഥലങ്ങൾ വളരെ വ്യത്യസ്തമാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നു? ഒരു ബുദ്ധിമുട്ട് വരുന്നു. ദർ ഈസ് എൻ ഒബ്സ്റ്റക്കിൾ ഓഫ് പ്ലേസ്. സോ ദ പ്രോബ്ലം ഓഫ് ഫിനാൻസ് ഈസ് ബീയിങ് സോൾവ് ബൈ ദി ബാങ്കിങ് സർവീസസ്. ഓക്കെ, കമേഴ്ഷ്യൽ ബാങ്ക്സ്. ദെൻ തേർഡ് വൺ, ഇൻഷുറൻസ്. Insurance provides a protection in case of risk. In case a risk arises like fire, theft, etc. On payment of a nominal premium, the amount of loss or damage and compensation for injury, if any, can be recovered from the insurance company. So നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ എപ്പോഴും എന്തുണ്ട്? ഒരു റിസ്കിനുള്ള ഒരു സാധ്യതയുണ്ട്. ബിക്കോസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ അല്ലേ. ഫ്യൂച്ചർ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് എന്നുള്ള ഒരു പോസിബിലിറ്റി ഇറ്റ് ഈസ് ദർ ഓൾവേസ് ഇൻ ദ ബിസിനസ്. സോ ഈ റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് ഇൻഷുറൻസ് പോളിസീസ്. സോ റിസ്കിന് അഗെയിൻസ്റ്റ് ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ത്? ഇൻഷുറൻസ്. റിസ്ക് എന്തൊക്കെ തരത്തിലാവും? ഫയർ, തെഫ്റ്റ്, സോ ആൻഡ് സോ. സോ ഒരു എമൗണ്ട് ഓഫ് ചെറിയ ഒരു നോമിനൽ പ്രീമിയം പേ ചെയ്യുന്നതിൽ കൂടെ ലോസ് ഓർ ഡാമേജ് ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി ഓക്കെ ക്യാൻ ബി കവേർഡ് ഫ്രം ദി ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് വെയർഹൗസിങ്. വെയർഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് അല്ലേ, സംഭരണശാലകളാണ്. നോക്കൂ, വെയർഹൗസിങ് ഹെൽപ്സ് ബിസിനസ് ഫേം ടു ഓവർകം ദി പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ നീഡഡ്. സിൻസ് ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഓർ കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ, ദേ ആർ ഹെൽഡ് ഇൻ സ്റ്റോക്ക് ടു മേക്ക് ദം അവൈലബിൾ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നില്ല? കൺസ്യൂമേഴ്സ് ഉപയോഗിച്ചോളണമെന്നില്ല അല്ലേ. സോ ഇത് ഫൈനൽ കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ഗുഡ്സ്, ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വരെ എന്ത് ചെയ്യണം? ദിസ് ഷുഡ് ബി സ്റ്റോർഡ് സംവർ അല്ലേ. ഇത് എവിടെയെങ്കിലും സംഭരിച്ച് സൂക്ഷിച്ച് വെക്കണം. സോ വെയർ ഹൗസസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഹൗസസ് എന്ത് ചെയ്യുന്നു? പ്രോബ്ലം ഓഫ് സ്റ്റോറേജിനെ
എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ്. Advertising and public relations activities helps in providing information about available goods and services and inducing customers to buy particular items. Advertising എന്ത് ചെയ്യുന്നു? നമുക്ക് അറിവില്ലാത്ത ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ advertisement is always a paid activity. Advertisements are always a paid activity. PR activities means public relations activities on the other hand are normally unpaid, where business enters into strategic communication to build mutually beneficial relationship. Okay, public relations എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ പോസിറ്റീവ് ഇമേജ് അല്ലേ? ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്ന വേരിയസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എൻഗേജ് ചെയ്യുന്ന വേരിയസ് ആക്ടിവിറ്റീസ് എന്തിനു വേണ്ടി? ഒരു പോസിറ്റീവ് ഇമേജ് നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവാൻ വേണ്ടി ഓക്കെ അവർ ഇൻവോൾവ് ചെയ്യുന്ന വേരിയസ് ആക്ടിവിറ്റീസാണ് എന്തിന് വരിക? പബ്ലിക് റിലേഷൻസിൽ വരിക. ഓക്കെ, ബിസിനസ് സ്പോൺസർഷിപ്സ് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, സ്പോൺസർഷിപ്പ് പ്രോഗ്രാംസ് നടത്തുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഓക്കെ ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്നു. സോ ഇതൊക്കെ അതിൻ്റെ പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. സോ ദ ഹിൻഡ്രൻസ് ഓർ ദ ഒബ്സ്റ്റക്കിൾ ഓഫ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഈസ് ബീയിങ് സോൾവ്ഡ് ബൈ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. Okay, so these are the various points which comes under auxiliaries to trade. Auxiliaries to trade means those activities which assist trade, which helps trade, okay, which facilitates trade. Trade പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. സോ അതിന് സഹായിക്കുന്ന വേരിയസ് ആക്ടിവിറ്റീസ് ആണ് എന്ത്? ഓക്സിലറീസ് ടു ട്രേഡ്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, തേർഡ് വൺ ഇൻഷുറൻസ്, ഫോർത്ത് വൺ warehousing, fifth one advertising and public relations. Okay, next important topic is objectives of business. So this is the topic number 4. So എന്തിൻ്റെയും ഒബ്ജക്റ്റീവ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ how this activity is different from other activities അതറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബിസിനസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി മറ്റ് ആക്ടിവിറ്റികളിൽ നിന്നും എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, വെദർ നമുക്ക് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാം. സപ്പോസ് നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ആൻഡ് ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ പെർഫോമൻസ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും വൺസ് വി സെറ്റ് അവർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ബിസിനസ്സിൻ്റെ വേരിയസ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു പൊസിഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മാർക്കറ്റിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമിംഗ് എ ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഇൻ ദ മാർക്കറ്റ്. എ ബിസിനസ് എൻ്റർപ്രൈസ് മസ്റ്റ് എയിം അറ്റ് സ്റ്റാൻഡിംഗ് ഓൺ സ്ട്രോങ്ങർ ഫൂട്ടിംഗ് ഇൻ ടേംസ് ഓഫ് ഓഫറിംഗ് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് സെർവിങ് ദം ടു ദെയർ സാറ്റിസ്ഫാക്ഷൻ. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് മാർക്കറ്റിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ? ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. നമുക്കൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടോ? ആളുകൾ നമ്മുടെ ബിസിനസ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? സോ ദീസ് ആർ ഓൾ ദ ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. ഓക്കെ, സോ എങ്ങനെയാണ് നല്ല മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ പറ്റുക? നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, എങ്ങനെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന റീസണബിൾ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ഫോർ അവർ ബിസിനസ്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഇസ് ഹാവിങ് എ വെരി ഗുഡ് മാർക്കറ്റ്, ടു ഹാവ് എ വെരി ഗുഡ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഇന്നൊവേഷൻ. ഓക്കെ, ഇന്നൊവേഷൻ നോക്കൂ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഐഡിയാസ്.
Innovation is defined as introduction of new ideas or methods in the way something is done or made. It does not imply that a new product is to be manufactured. Any modification in the existing product to enhance its operation also denotes innovativeness. എന്താ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഐഡിയാസ്. ഒരു പുതിയ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ ബിസിനസ്സിൽ, അതല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ ആവണമെന്നില്ല, എനി മെത്തേഡ്, ഒരു ന്യൂ മെത്തേഡ് അതല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇന്നൊവേഷൻ. ഓക്കെ, സോ ഒരു ന്യൂ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണമെന്നില്ല. മോഡിഫിക്കേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ടു എൻഹാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. സോ ആസ് ഓഫ് നൗ നിലവിലുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ, ഒരു എക്സിസ്റ്റിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻസിനെ എൻഹാൻസ് ചെയ്താലും അതെന്താണ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇന്നൊവേഷൻ. അതല്ലാതെ എപ്പോഴും ഒരു പുതിയ പ്രോഡക്റ്റിനെ തന്നെ നമ്മൾ ഇന്നൊവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. എനി മോഡിഫിക്കേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻ ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് ഇന്നൊവേഷൻ. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഇന്നൊവേഷൻ. നോക്കൂ, ഇന്നൊവേഷൻ ഇൻ പ്രോഡക്റ്റ് ഓർ സർവീസസ്. Innovation in product or services and innovation in various skills and activities needed to supply these products and services. Both can be termed as innovation. The third one is productivity. Productivity പറഞ്ഞാൽ എന്താണ്, comparing the value of output with the value of input. അതായത് പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. റേഷ്യോ ആണ് അല്ലേ, നമ്മൾ എത്ര ഇൻപുട്ട് ഉപയോഗിച്ചു, ആ ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, ക്യാപിറ്റൽ, ലേബർ, ലാൻഡ്, മെഷീനറി, സോ ആൻഡ് സോ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. സോ എത്ര ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അവർ എഫിഷ്യൻസി. പ്രൊഡക്ടിവിറ്റി ഈസ് എ മെഷർ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്. ഓക്കെ, then physical and financial resources. Physical and financial resources. Any business requires physical resources like plants, machines, offices, etc. and financial resources, that is funds to be able to produce and supply goods and services to its customers. ബിസിനസ്സിന് എന്ത് വേണം, ഫിസിക്കൽ റിസോഴ്സസും വേണം, ഫിനാൻഷ്യൽ റിസോഴ്സസും വേണം. ഇത് രണ്ടും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ്, മെഷീനറി, ഓഫീസസ് അല്ലേ, കാണാൻ പറ്റുന്ന, തൊട്ട് നോക്കാൻ പറ്റാവുന്ന റിസോഴ്സസ് അല്ലേ. ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സസ് സിംപ്ലി മീൻസ് മണി, ഫണ്ട്സ്, റൈറ്റ്. സോ ഇത് രണ്ട് തരത്തിലുള്ള റിസോഴ്സസും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ഏർണിംഗ് പ്രോഫിറ്റ്. One of the main objectives of business is to earn profits on the capital employed. Capital employed simply means എന്താണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് മണി. പ്രോഫിറ്റബിലിറ്റി റെഫേഴ്സ് ടു പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും പ്രോഫിറ്റുമായിട്ടുള്ള റിലേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്, ദറ്റ് ഈസ് നോൺ ആസ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിൽ, വെദർ ദറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇറ്റ് കുഡ് ജനറേറ്റ് ദ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ നോട്ട്. ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് വേണ്ടുന്നത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ. യെസ്, ദറ്റ് ഈസ് നോൺ ആസ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബിസിനസ്. സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളത് എന്താണ്, ബിസിനസ്സിൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ ബിസിനസ് ഫേംസ് ടു കോൺട്രിബ്യൂട്ട് റിസോഴ്സസ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് വർക്ക് ഇൻ എ സോഷ്യലി ഡിസൈറബിൾ മാനർ. സൊസൈറ്റിയോട് അല്ലേ, അതല്ലെങ്കിൽ സമൂഹത്തോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു ബിസിനസ്, ഒബ്ലിഗേറ്റഡ് ആണ്. കാരണം ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ബിസിനസ് അക്വയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്, സൊസൈറ്റിയിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള, സമൂഹത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു മാനർ അല്ലെങ്കിൽ ഒരു മാനറിസം ബിസിനസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ബിസിനസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടത് ഉണ്ട്. റൈറ്റ്.